ഒരു ബിരിയാണിയിൽ തുടങ്ങി 70,000 കോടി രൂപയിലെത്തിയ ഒരു ബിരിയാണി കഥ. അതെ, ഈ ഒരു സംഭവം നടക്കുന്നത് ഹൈദരാബാദിലെ ഒരു റെസ്റ്റോറന്റിലാണ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു നോർമൽ റൂട്ടിന്റെ ഭാഗമായിട്ട് ഒരു റെസ്റ്റോറന്റിൽ അവർ കയറുന്നു. അപ്പോൾ അവർ ചെറിയ ചെറിയ ഇറഗുലാരിറ്റീസ് അവരെ കണ്ടുപിടിച്ചു. അതിന് ഡീപ്പായിട്ട് ഇവരെന്ത് ചെയ്യാണ്, AI ടെക്നോളജീസ് യൂസ് ചെയ്തിട്ട് അവർ ഡീപ്പായിട്ടൊന്ന് പഠിച്ചു. അപ്പോൾ അവർ കണ്ടുപിടിച്ച സംഭവമാണ് 70,000 കോടി രൂപയിലധികം സ്കാം ആണ് ഈ ഒരു റെസ്റ്റോറന്റ് മേഖലയിൽ നടന്നിട്ടുള്ളത്. അപ്പോൾ അവർ മനസ്സിലാക്കി ഇതൊരു വലിയൊരു നെറ്റ്വർക്കിന്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് അവർ ഐഡന്റിഫൈ ചെയ്തത്. അപ്പോൾ അവർ എന്ത് ചെയ്തു, സാധാരണ ഒരു മനുഷ്യനെ കൊണ്ട് പറ്റാത്ത അത്രയും ഡാറ്റ, അതായത് 60 TB ടെറാബൈറ്റ് ഡാറ്റ അവരെന്ത് ചെയ്തു, ഈ AI കൊണ്ട് ചെക്ക് ചെയ്യിപ്പിച്ചു. അതുപോലെ 1.25 റെസ്റ്റോറന്റ് IDസും ഇവർ ചെക്ക് ചെയ്യിപ്പിച്ചു. അപ്പോൾ അവർ ഒരുപാട് ഇറഗുലാരിറ്റീസ് ഐഡന്റിഫൈ ചെയ്തു. ഇനി എങ്ങനെ റെസ്റ്റോറന്റ് സ്കാം നടത്തിയെന്ന് നോക്കാം. ഒന്ന്, അവർ സെയിൽ എമൗണ്ട് കുറച്ച് കാണിക്കും. പിന്നെ ആക്ച്വൽ ക്യാഷ് സെയിൽസ് അവർ എന്ത് ചെയ്യും, ടോട്ടലി ഇഗ്നോർ ചെയ്യും. അങ്ങനെ ഒരു സെയിൽസ് ഉണ്ട് എന്ന് കാണിക്കില്ല. അതുപോലെ തന്നെ ആ ഒരു പെർട്ടിക്കുലർ ഡേയിലുള്ള സെയിൽസ് കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യും. പിന്നെ ഒരു 5,300 രൂപയുടെ ഒരു ബില്ല് ഉണ്ടെന്ന് വിചാരിക്കാം. അവരെന്ത് ചെയ്യും, ഈ ലാസ്റ്റിലെ 2 പൂജ്യം ഒഴിവാക്കിയിട്ട് ഒരു 53 രൂപയുടെ ബില്ലാക്കി കുറക്കും. ട്രാൻസാക്ഷൻസിന്റെ ബാക്ക്ലോഗ്സ് ഇവർ റിമൂവ് ചെയ്യും. ഇതുപോലെ പല അഡ്ജസ്റ്റ്മെന്റ്സ് ആയിരുന്നു ഇവർ ചെയ്തിരുന്നത്. പക്ഷേ ഈ AI ടെക്നോളജി വന്നുകൊണ്ട് തന്നെ ഇത്രയും മാസ് ഡാറ്റ, ഒരു മനുഷ്യന് പറ്റാത്ത അത്രയും ഡാറ്റ എന്ത് ചെയ്യും, ഈ AI ടെക്നോളജി ഐഡന്റിഫൈ ചെയ്തിട്ട് സോർട്ട് ചെയ്യും. ഇനി നിങ്ങളുടെ ഫ്രണ്ട്സോ ടാക്സ് കൺസൾട്ടൻസോ ആരെങ്കിലും ഒക്കെ ടാക്സ് ഇവേഷൻസ് നടത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ നിർബന്ധമായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചില ടെക്നോളജീസ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് യൂസ് ചെയ്യുന്നുണ്ട് എന്ന് അവർ നിർബന്ധമായിട്ടും അറിയണം. ഇതുപോലെ ഇൻഫോർമേറ്റീവ് വീഡിയോസിനോട് എന്നെ ഫോളോ ചെയ്യൂ. താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇറ്റ്സ് മീ ഫൈസ് മുഹമ്മദ്.